Hi dear students, myself Sonny C. Francis, your chemistry faculty. കെമിസ്ട്രി കുറേ ചാപ്റ്റേഴ്സായി എടുക്കുന്നു അല്ലേ? കഴിഞ്ഞിടത്തോളം എല്ലാവരും കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് ആസ്വദിച്ച് കാണും എന്നെനിക്കറിയാം. നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റാണ്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ കെമിസ്ട്രിയുടെ വളരെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിലൂടെ കടന്നു പോകുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ആർക്കും കെമിസ്ട്രി എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു ടെൻഷനും വേണ്ട. ഈ യൂണിറ്റ് നന്നായി ശ്രദ്ധിച്ച് കേട്ടാൽ, അല്ലെങ്കിൽ +1 ടോപ്പിക്ക് മുതൽ ക്ലാസ് 11 മുതൽ നിങ്ങൾ പതുക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ കെമിസ്ട്രിയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കെമിസ്ട്രി പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളും +1 അല്ലെങ്കിൽ ക്ലാസ് 11 എടുക്കുന്ന ഓരോ തുടക്കത്തെ ഭാഗങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, സോ ദാറ്റ് യു ക്യാൻ എൻജോയ് ദ മിസ്റ്ററി ഓഫ് കെമിസ്ട്രി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് കെമിസ്ട്രി. ദ ഫസ്റ്റ് യൂണിറ്റ്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. എന്താണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള സബ്ജക്റ്റാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് മറ്റു ടീച്ചേഴ്സ് എല്ലാം തന്നെ കെമിസ്ട്രി എന്താണെന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ യൂണിറ്റിൽ നമുക്ക് കൃത്യമായി അറിയണം വാട്ട് ഈസ് മെൻ ബൈ കെമിസ്ട്രി എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ പല ആശയങ്ങളും ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ കെമിസ്ട്രിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ആറ്റംസ്, മോളിക്യൂൾസ്, കോമ്പൗണ്ട്സ്, റിയാക്ഷൻസ്, ഹീറ്റ് റിലീസ്ഡ്, ഹീറ്റ് അബ്സോർബ് ഡ്യൂറിങ് റിയാക്ഷൻസ്, ലൈറ്റ് ഈസ് എമിറ്റഡ്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. കുറേ എലമെൻറ്റുകൾ തലയ്ക്കകത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ കെമിസ്ട്രി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ബ്രാഞ്ച്, is the branch that deals with the study about composition, properties and interaction of matter. പദാർത്ഥങ്ങൾ, സബ്സ്റ്റൻസസ്, മാറ്റർ എന്ന് പറയുന്ന സാധനം, അതിനുള്ളിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്, അത് എങ്ങനെയാണ് അത് മറ്റു പാർട്ടിക്കിൾസുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് chemistry. So what is meant by chemistry? Here you can see the definition. Chemistry is the branch of science that deals with the study about composition, എന്താണ് ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത്, പ്രോപ്പർട്ടീസ്, അതിൻ്റെ സവിശേഷതകൾ, ആൻഡ് ഇറ്റ്സ് ഇൻറ്ററാക്ഷൻ വിത്ത് അതർ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളുടെ മറ്റു പാർട്ടിക്കിൾസുമായിട്ട് അതെങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചെല്ലാം പഠനം നടത്തുന്ന കെമിസ്ട്രി സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. എങ്കിൽ നമുക്കിനി അറിയേണ്ടത് ഈ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെയൊക്കെയാണ്, നമ്മൾ എവിടെയൊക്കെയാണ് ഈ കെമിക്കൽസിൻ്റെ പ്രസൻസ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകല സ്ഥലങ്ങളിലുണ്ടെന്ന് പറയേണ്ടതായിട്ട് വരും. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എയർ, അതിനകത്തെ കമ്പോസിഷനിൽ ഓക്സിജൻ വരുന്നു, നൈട്രജൻ വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, മറ്റൊരുപാട് ഗ്യാസുകൾ വരുന്നു. ഇപ്പം എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ റിമോട്ട് കൺട്രോളിലാണെങ്കിലും ഈ സ്റ്റൈലസിനാണെങ്കിലും എല്ലാം നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ ഇതിനകത്തും നമുക്ക് കെമിസ്ട്രിയുടെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതെന്തുവാണെങ്കിലും അതിൽ കെമിക്കൽസിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വളം, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് എന്ന് വേണ്ട സകലയിടത്തും കെമിസ്ട്രിയുടെ പ്രസൻസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ പ്രാധാന്യം എന്ന് പറയുന്നതിനെ നമുക്കിങ്ങനെ പറയാം, കെമിസ്ട്രി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മീറ്റിംഗ് ഹ്യൂമൻ നീഡ്സ് ഫോർ ഫുഡ്, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഡൈസ് ആൻഡ് അതർ മെറ്റീരിയൽസ്. ഇവിടെയെല്ലാം നമുക്ക് കെമിസ്ട്രിയെ കണ്ടേ പറ്റൂ, അതായത് കെമിക്കൽസിനെ കണ്ടേ പറ്റൂ എന്നർത്ഥം. നമ്മളെ സംബന്ധിച്ച് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം കൂടിയുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം, NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം വളരെ കൃത്യമായി അവർ പറയുന്ന ഒരു കാര്യം, ദാറ്റ്സ് അബൌട്ട് മെഡിസിൻസ്. മരുന്നുകളുടെ ലോകത്ത് നിങ്ങൾക്കറിയാലോ, ധാരാളം എന്ത് വരുന്നുണ്ട്, കെമിക്കൽസ് വരുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ ഹയർ ലെവലിലുണ്ട്. മരുന്നുകളെക്കുറിച്ചെല്ലാം റിസർച്ച് നടത്തുന്ന ബ്രാഞ്ച്. ഇന്നതിൻ്റെ പ്രസക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കും അറിയാം.
ഇതിൽ 3 മരുന്നുകളെ പറ്റി വളരെ വ്യക്തമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതേതൊക്കെയാണ് ആ 3 മരുന്നുകൾ? ഒന്നാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന മരുന്ന്, സിസ്പ്ലാറ്റിൻ. മറ്റൊന്നാണ് ടാക്സോൾ. ഈ 2 മരുന്നുകളും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഏതാണ്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. മറക്കരുത്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു മരുന്നിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. AZT എന്നാണ് ആ മരുന്നിൻ്റെ ഷോർട്ട് ഫോം, AZT. ആൻഡ് വാട്ട് ഈസ് AZT? AZT ഈസ് നത്തിങ് ബട്ട് അസിഡോതൈമിഡിൻ. അസിഡോതൈമിഡിൻ എന്നാണ് AZTയുടെ ഫുൾ ഫോം. AZT ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്? ബുക്ക് നോക്കുന്നവർ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇറ്റ് ഈസ് എ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത് നമ്മുടെ AZT എന്ന് പറയുന്ന അസിഡോതൈമിഡിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എയ്ഡ്സ്. ഒരു കാര്യം ഞാൻ പറയാം, HIV എന്ന വൈറസിനെ നശിപ്പിക്കാനൊന്നും AZTയെ കൊണ്ട് പറ്റില്ല. പക്ഷെ അതിൻ്റെ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അത് പെരുകുന്നതിൻ്റെ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. സോ ദാറ്റ് എയ്ഡ്സ് ബാധിക്കുന്ന ഒരു വ്യക്തി സാധാരണ ഒരു 10 വർഷം കൊണ്ട് മരിക്കുമെങ്കിൽ ഈ മരുന്ന് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നാളത്തേക്കും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നേ ഉള്ളൂ. അല്ലാതെ എയ്ഡ്സിൻ്റെ മരുന്നായിട്ടൊന്നും ഇത് പറയപ്പെടുന്നില്ല. ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ക്യൂറിന് വേണ്ടിയിട്ടുള്ള മരുന്നായിട്ടൊന്നും പറയപ്പെടുന്നില്ല. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ 3 drugs which is mentioned in your textbook: cisplatin, taxol, which are used for the treatment of cancer, and AZT. The full form of AZT is അസിഡോതൈമിഡിൻ, and it is used for the treatment of AIDS. AIDS പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് അസിഡോതൈമിഡിൻ എന്ന് പറയുന്നത്. Now let us discuss the next part. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. എന്താണ് അടുത്തത്? നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റാണ് യൂണിവേഴ്സ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ഈ പ്രപഞ്ചമാണുള്ളത്, റൈറ്റ്? യൂണിവേഴ്സ്, പ്രപഞ്ചമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ഈ യൂണിവേഴ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദിസ് യൂണിവേഴ്സ് ഇൻ ടു 2. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് നമുക്ക് നോക്കാം. എന്താണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്? യൂണിവേഴ്സിനെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. യൂണിവേഴ്സിൽ 2 ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ആരാണ്? വൺ ഈസ് നോൺ ആസ് മാറ്റർ. വൺ ഈസ് നത്തിങ് ബട്ട് മാറ്റർ. ആൻഡ് ദ അതർ വൺ ഈസ് നത്തിങ് ബട്ട് എനർജി. സോ എനർജിയും മാറ്ററും ഇത് രണ്ടും ചേർന്ന സാധനമാണ് യൂണിവേഴ്സ്. എനർജി ആസ് വെൽ ആസ് മാറ്റർ. നമ്മൾ കെമിസ്ട്രിയിൽ നമ്മളിപ്പോൾ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നത് ഈ മാറ്ററിനെ പറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിനകത്തുള്ള 2 ഭാഗങ്ങൾ ഏതൊക്കെ? 2 ഭാഗങ്ങൾ എനർജിയും മാറ്ററും. അതിൽ മാറ്ററിനെ കുറിച്ചാണ് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. എന്താണ് നമുക്ക് മാറ്ററിനെ പറ്റി പറയാനുള്ളത്? വാട്ട് ഈസ് മാറ്റർ? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓൾ നോ ദാറ്റ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആസ് വെൽ ആസ് ഒക്കുപ്പൈസ് സ്പേസ്. എന്തിനാണോ മാസ് ഉള്ളത്, അത് നിൽക്കാനായിട്ട് സ്ഥലം വേണ്ടത്, അതിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ. സോ മാറ്റർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് എ സ്പേസ് ആസ് വെൽ ആസ് വിച്ച് ഹാസ് ഗോട്ട് മാസ് ഈസ് കോൾഡ് മാറ്റർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാറ്റർ എന്ന് വിളിക്കുന്നത്. എങ്കിൽ നമുക്ക് മാറ്ററിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് ദ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. Depending upon the physical state of matter, we can classify matter into 3. Which are they? Everybody knows it. Solids, liquids and gases. അപ്പോൾ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസും അവരെ കുറിച്ചാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റർ എന്ന് പറഞ്ഞ ആളെ യൂണിവേഴ്സിനെ നമ്മൾ ആദ്യം തന്നെ എന്തായി ഡിവൈഡ് ചെയ്തു? മാറ്ററും എനർജിയുമായി ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞു മാറ്ററിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫിസിക്കലി ക്ലാസിഫൈ ചെയ്യാണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മാറ്ററിനെ നമുക്ക് സ്വാഭാവികമായിട്ടും എങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. കെമിക്കലിയും നമുക്ക് ആരെ ക്ലാസിഫൈ ചെയ്യാം? മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ ടോൾഡ് യു ദാറ്റ് depending upon the physical state of matter, we can classify matter into 3. Which are they? One is known as solids, and other is known as liquids, and then comes gases. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിനെ 2ആയി ഡിവൈഡ് ചെയ്തു.
മാറ്റർ ആൻഡ് എനർജി. മാറ്ററിനെ നമ്മൾ ഫിസിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്തു, സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. മാറ്ററിനെ നമ്മൾ കെമിക്കലി ഇനി ക്ലാസിഫൈ ചെയ്യും. അതിനു മുമ്പ് ആദ്യം നമുക്ക് ഈ സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും പറ്റി പഠിച്ചതിന് ശേഷം കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്? സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണേ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് വളരെ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. മക്കളെ നോക്കൂ, ഞാനൊരു പാത്രത്തിൽ സോളിഡ് എടുത്തിരിക്കുന്നു, വേറൊരു പാത്രത്തിൽ ലിക്വിഡ് എടുത്തിരിക്കുന്നു, മറ്റൊരു പാത്രത്തിൽ ഗ്യാസിന് എടുത്തിരിക്കുന്നു. ഓക്കെ, സോളിഡ്സ്, ഹിയർ ഈസ് എ പാർട്ടിക്കിൾസ്. ഇതാണ് പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ദാറ്റ് ദ പാർട്ടിക്കിൾസ് ആർ വെരി 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 ക്ലോസ്ലി പാക്ഡ്, ഇസൻറ്റ് ഇറ്റ്? പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ് ആയി പാക്ക് ചെയ്തിരിക്കുകയാണ്. ലിക്വിഡ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം പാർട്ടിക്കിൾസ് അത്ര കണ്ട് ക്ലോസ് ആയിട്ടല്ല പാക്ക് ചെയ്തിട്ടുണ്ടാവുക, കുറച്ചൊക്കെ എന്തുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും എന്നറിയാം. ഗ്യാസ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവും, അറിയാലോ. ദർ ഇസ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാണ് സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ്? മെൻഷൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. എൻ്റെ കൂടെ പറഞ്ഞോളൂ. ഏറ്റവും ആദ്യത്തെ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം അല്ലേ? സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. കൃത്യമായ വോളിയവും ഷേപ്പും ഉണ്ടാവും. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. ലിക്വിഡ്സിനോ ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും, പക്ഷേ ഷേപ്പ് ഉണ്ടാവില്ല. ഏത് വെസലിൽ എടുക്കുന്നുവോ ആ വെസലിൻ്റെ ഷേപ്പ്